ഗുജറാത്തിലെ ആരോഗ്യ മേഖല ഗുരുതരാവസ്ഥയിലെന്ന് സിയാൻ രേജിയുടെ റിപ്പോർട്ട്. ആശുപത്രികളിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഒക്കെ അഭാവം ഗുജറാത്തിലെ ആരോഗ്യ മേഖലയുടെ താളം തെറ്റിക്കുന്നു. ആരോഗ്യ വികസന പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ ഗുജറാത്ത് സർക്കാർ പരാജയപ്പെട്ടുവെന്നും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സിയാൻ രേജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗുജറാത്തിലെ ആരോഗ്യ മേഖല തന്നെ വെന്റിലേറ്ററിലാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് CAG നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. സംസ്ഥാനത്തെ 33 ജില്ലകളിൽ 19ലും ആവശ്യത്തിന് ഡോക്ടർമാരോ പാരാമെഡിക്കൽ ജീവനക്കാരോ ഇല്ല. 25% ഡോക്ടർമാരുടെയും 19% പാരാമെഡിക്കൽ ജീവനക്കാരുടെയും അഭാവം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഡോക്ടർമാരുടെ ക്ഷാമത്തിന് പുറമെ ആവശ്യത്തിന് കിടക്കകളില്ലാതെ രോഗികൾ രോഗവുമായി മല്ലടിക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നഴ്സിംഗ് കോളേജുകളിൽ അധ്യാപക ക്ഷാമം 76%ലേക്ക് കടന്നു. ആശുപത്രികളിലെ അത്യാഹിത വിഭാഗം, ഇൻസെന്റീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, രക്തബാങ്ക് എന്നിവയുടെ പ്രവർത്തനം താളം തെറ്റി. കേവലം 13 ജില്ലാ ആശുപത്രികളിൽ മാത്രമാണ് അടിയന്തര ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നുള്ളൂ. 19 ജില്ലകളിലും രക്തബാങ്ക് പ്രവർത്തനം നാമമാത്രമായ നിലയിലേക്ക് അധപതിച്ചുവെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുന്നതിലും സംസ്ഥാന സർക്കാർ ഇതുവരെ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്ന ഗുരുതരമായ ആരോപണവും റിപ്പോർട്ടിലുണ്ട്. ആരോഗ്യ മേഖലയുടെ ബജറ്റ് വിഹിതം 8% വർദ്ധിപ്പിക്കണമെന്ന 2017 നാഷണൽ ഹെൽത്ത് പോളിസി നിർദ്ദേശം ഇതുവരെ സർക്കാർ പാലിച്ചിട്ടുമില്ല. ഗുജറാത്ത് മോഡൽ എന്ന് നരേന്ദ്രമോദി സ്വന്തം സംസ്ഥാനത്തെ ഉയർത്തിക്കാട്ടുമ്പോഴാണ് ആരോഗ്യ സംവിധാനത്തിലെ പാളിച്ച പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.